പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് കുറച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അയ്യോ KSIB ചതച്ചു, 8ന്റെ പണിയായിപ്പോയി. എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സുരേന്ദ്രനാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പൊടി ചിക്കൻ ബിരിയാണി. ഇതൊരു വെറൈറ്റി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പൊടി ചിക്കൻ ബിരിയാണിക്ക് മെയിനായിട്ട് ആവശ്യമുണ്ട് ചിക്കൻ തന്നെയാണ്. അത് നമുക്ക് വളരെ പൊടിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. വലിയ വലിയ പീസല്ല, നമുക്കിതിനാവശ്യം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് നമ്മൾക്കിനി 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി 1 ടീസ്പൂൺ. ഗരം മസാല 1 ടീസ്പൂൺ. ഉപ്പ് 1 ടീസ്പൂൺ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്കത് എടുക്കാവൂ. 1 മണിക്കൂർ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് കറക്റ്റായിട്ട് പിടിക്കുന്ന ലെവലിൽ നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ച് നമുക്കൊരു 1/2 മണിക്കൂർ ഇത് കുതിരാൻ വെക്കണം. ഞാനിവിടെ ഒരു 4 സവാളയാണ് മുറിച്ചത് പൊടി പൊടിയായി മീൻസ് ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിനെ പകുതിയായിട്ട് നമുക്കിത് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇതാണ് ഈ പൊടി ചിക്കൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മാറ്റി വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഗോൾഡൻ കളർ ആകുമ്പോൾ തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാത്രം അടച്ചു വെക്കാവുന്ന പാകത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരുന്ന ഉള്ളിയുടെ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4 ഗ്രാമ്പൂ, തക്കോലം, ഒരു ജാതിപത്രി, 2 ഏലക്ക, ഒരു 2 പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ബാലൻസ് മാറ്റി വെച്ചിരിക്കുന്ന വലിയ ഉള്ളി, അതായത് 2 വലിയ ഉള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. ഏകദേശം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഗരം മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഒരു 3 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചമണം ഇതായ ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 10-12 മിനിറ്റ് വരെ നമുക്കിത് വേവിക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ റൈസ് തയ്യാറാക്കാം. ചിക്കൻ വേവുന്നതോട് കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് 2.25 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് അരി വേവിച്ചെടുക്കണം. അരി വേവിക്കാൻ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. പട്ട ഒരു 1.5 ഇഞ്ച് നീളത്തിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4 ഗ്രാമ്പു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഏലക്ക 2 എണ്ണം ഇതുപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഒനിയൻ ഒരു 2 ടീസ്പൂണോട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒനിയൻ വറുത്ത് വെച്ച ഇതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ആ ഒനിയൻ വറുത്ത എണ്ണ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ചോറ് ഒന്ന് ഒട്ടാതിരിക്കാനും ഒരിതുണ്ട്. പക്ഷേ ഈ അരിക്ക് ഒരു ഫ്ലേവറും കുറച്ചുകൂടെ നന്നായി കിട്ടും. ഇനി ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇതിൽ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വയ്ക്കാം. ഏകദേശം ഒരു 75% വേവ് നമുക്ക് ഈ അരി വെന്താൽ മതി. നമ്മുടെ ഇതിൽ വെച്ചിരിക്കുന്ന വെള്ളം കറക്റ്റായിട്ട് അത് വറ്റി പറഞ്ഞാൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വേവെല്ലാം നമുക്ക് ദം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് വരും. ചിക്കൻ എല്ലാം റെഡി ആയിരിക്കണം. തന്നെ കുറച്ച്, അതായത് ഒരുപാട് വറ്റി കുറുകാനൊന്നും പാടില്ല. ഇനി നമ്മൾക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നമ്മുടെ പുതിനായില ഇട്ട് കൊടുക്കാം. പുതിനായില നന്നായിട്ട് ഇടുക. ഇതിൻ്റെ ഫ്ലേവറും നമ്മുടെ ബിരിയാണിയിലൊക്കെ നന്നായിട്ട് എടുക്കും. അതേപോലെ മല്ലിത്തടിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മല്ലിത്തടിയും ഇത് ആഡ് ചെയ്തിട്ട് പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് കുറച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പാടി കറണ്ട് പോയി KCB ചതച്ചു. ഇനി ഇതിലെങ്ങനെ ബിരിയാണിയിലിടും? എൻ്റെ ചിക്കൻ ബിരിയാണി പാടി കറണ്ട് വന്നു. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് പ്രസ് ചെയ്യാനൊന്നും പാടില്ല. നമ്മൾ ജസ്റ്റ് മേലെ ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ മതി. വറുത്ത് വെച്ചിരിക്കുന്ന സവാളൻ്റെ ഇത് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിത്തഴ ഇതിന് മുകളിൽ ഇടുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ റൈസ്, ബാക്കി ബാലൻസ് ഉള്ള എല്ലാ റൈസും നമ്മളിതിൽ ആഡ് ചെയ്തു. നമ്മളിതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഇത് കുറച്ചിട്ട് കൊടുക്കുക. മല്ലിത്തഴ ഇടുക. ഇനി അതിലേക്ക് നമ്മൾ ഞാൻ കറണ്ട് പോയപ്പോൾ വറുത്ത് വെച്ചതാണ്. നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യിൽ വറുത്തിട്ട് അതേപോലെ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എന്നിട്ട് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമുള്ള ബർണറിലേക്ക് മാറ്റിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം നമുക്കിങ്ങനെ ചൂടാവാൻ വയ്ക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇത് ആറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചിക്കൻ ബിരിയാണി എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിരിക്കണം. എന്തായാലും പതിവ് പോലെ തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ പൊടി ചിക്കൻ ബിരിയാണി പക്ക സൂപ്പർ പറഞ്ഞാൽ പക്ക സൂപ്പർ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഞാൻ നിങ്ങളുടെ ഷിനൂസ് ഇടുന്നതാണ്. സൈനിങ് ഓഫ്. ബൈ.